ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ക്യാരറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി കണ്ട് നോക്കിയാലോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഇതുണ്ടാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിന്നായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് അടുപ്പത്തൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. 7 8 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കഷ്ണങ്ങളും ചേർത്തതിന് ശേഷം വീണ്ടും 2 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു 10 സെക്കൻഡ് വഴറ്റിയെടുത്താൽ മതി. 10 സെക്കൻഡ് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ക്യാരറ്റ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിയിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 ചെറിയുള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഇതരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ക്യാരറ്റ് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ചെറിയുള്ളിയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്രത്തോളം തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാൻ ഈ കറി കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാടങ്ങ് ലൂസാക്കുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. തേങ്ങയും ചേർത്തതിന് ശേഷം ഈ കറി ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഉപ്പും ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണോളം കട്ടിയുള്ള മോരാണ് ചേർക്കുന്നത്. മോരിന് പകരം നമുക്ക് തൈരും ചേർക്കാവുന്നതാണ്. പുളി കുറഞ്ഞ മോരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഒരുപാട് പുളിയുള്ള മോര് ചേർക്കരുത്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇത് കടുകിട്ട് വറുത്തിടുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം 2 നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കറിക്ക്. ഇനി ഇതിലേക്ക് 2 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വറുത്തിട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഞാനിപ്പം തന്നെ മിക്സ് ചെയ്യുന്നില്ല. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയും ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.